പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ചിത്രത്തെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ വർത്തമാനകാലത്ത് എന്തിനെക്കുറിച്ചാണ് പറയുക? കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം, ഒരു ഫോട്ടോ, മുൻമന്ത്രി രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണനും അതുപോലെ കളക്ടർ ദിവ്യ എസ് അയ്യർ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ഒരു ചിത്രമാണ്. നമ്മുടെ ബെന്യാമിന്റെയൊക്കെ എഴുത്തുകാരൻ ബെന്യാമിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു ചിത്രം. അതിനപ്പുറത്ത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള അഗാധമായ സ്നേഹത്തിന്റെയോ അല്ലെങ്കിൽ അഗാധമായ ആദരവിന്റെയോ ബഹുമാനത്തിന്റെയോ വാത്സല്യത്തിന്റെയോ ഒക്കെ ഒരു അടയാളമായി മാറുന്ന ചിത്രം. മനുഷ്യർക്കിടയിൽ നമ്മളൊക്കെ ആത്യന്തികമായി മനുഷ്യരാണ്, നമുക്കൊക്കെ ഇടയിൽ നന്മ അവശേഷിക്കുന്നു എന്ന് വിളംബരം ചെയ്യുന്ന ഒരു ചിത്രം. വേണമെങ്കിൽ അത് പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തു. ഇത്ര വലിയൊരു ചർച്ചയാക്കേണ്ട ആവശ്യമുണ്ടോ? അതൊരു കളക്ടറും ഒരു മന്ത്രിയും ആയതുകൊണ്ട്, അല്ലെങ്കിൽ മുൻമന്ത്രിയും ആയതുകൊണ്ട് ആ നിലയ്ക്ക് ചർച്ച ചെയ്തതല്ലേ? ഇപ്പോൾ സാധാരണക്കാരായ രണ്ടുപേരാണെങ്കിൽ ഇത് ചർച്ചയാകുമോ എന്ന നിലയിലുള്ള ഒരു ഭാഗത്തുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനപ്പുറത്ത് അതിൽ പോലും ജാതിയും മതവും എന്ന് പറഞ്ഞാൽ ആ നിലയ്ക്കല്ലാത്ത ഒരു ജാതിയും മതവും കലർത്തലൊക്കെ നമ്മൾ കണ്ടു, സോഷ്യൽ മീഡിയയിലും അത് കണ്ടു. പക്ഷേ നമ്മുടെ കെ എസ് ശബരിനാഥൻ പറയുന്നത് പോലെ അത് പോസിറ്റീവായാണ് കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടത് എന്നത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ശബരിനാഥൻ അതിലൊരു വിശദീകരണ കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അതിങ്ങനെയാണ്: കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം ദിവ്യ അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ പോയിരുന്നു. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പിനോടൊപ്പം അന്നത്തെ ഫോട്ടോയും പഴയ 2 ഫോട്ടോയും പങ്കുവച്ചു. അതിൽ ഒരു ഫോട്ടോ ഇപ്പോൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയാണെന്നാണ് ശബരിനാഥൻ പറയുന്നത്. അപ്പോൾ സംസ്ഥാന മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ ഔദ്യോഗിക പ്രോഗ്രാമിന് പത്തനംതിട്ടയിൽ വന്ന ശേഷം ഇവരുടെ വീട്ടിൽ വരുന്നു, കളക്ടറുടെ വീട്ടിൽ വരുന്നു. ആ ദിവസം എടുത്ത ചിത്രമാണ് വൈറലായത്. അന്ന് അദ്ദേഹം ഞങ്ങളോടൊപ്പം കുറേ നേരം ചെലവഴിച്ചു, രാത്രി ഭക്ഷണവും കഴിഞ്ഞാണ് തിരികെ പോയത് എന്ന്. അപ്പോ ഇപ്പോഴത്തെ എടുത്ത ചിത്രമല്ല, പഴയ ചിത്രമാണ് എന്ന് ശബരിനാഥൻ ഒരു വിശദീകരണവും നൽകുന്നുണ്ട് ഈ കാര്യത്തിൽ. ഏതായാലും ഇതിൽ കളക്ടർ ദിവ്യ തന്നെ പിന്നീട് ചില മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ അദ്ദേഹത്തെ വല്ലാതെ ഞാൻ ആദരിക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ എന്ന രാഷ്ട്രീയ നേതാവിനെ, ആ ജനസേവകനെ വല്ലാതെ ആദരിക്കുന്നുണ്ട്. ആ ആദരം തന്റെ വീട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയല്ലേ പ്രകടിപ്പിക്കാൻ കഴിയൂ. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം, അധികാര ശ്രേണിയിലെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, ഉദ്യോഗസ്ഥ ശ്രേണിയിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ 2 വ്യക്തികൾ ആയതുകൊണ്ട് വലിയ ചർച്ചയാകുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഒരു ഭാഗത്തുകൂടി നോക്കിക്കൊണ്ട് പറയാം. പക്ഷെ അതിനപ്പുറത്ത് ബെന്യാമിൻ പറഞ്ഞതുപോലെ അതിന് 1000 അർത്ഥതലങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ വർത്തമാനകാലത്തിന്റെ ചില സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ കൊണ്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചില വീഡിയോകളിലെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് അതുമായി കോണ്ടക്സ്റ്റുകൾ അതിന് ബന്ധമുണ്ടോ എന്നറിയില്ല, എങ്കിലും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനോട് നമ്മുടെ നടൻ മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യം, മുമ്പൊക്കെ നീ എന്റെ വീട്ടിൽ വരുമ്പോൾ അത് സൗഹൃദ സന്ദർശനവും ഇപ്പോൾ മതസൗഹാർദ്ദവും ആകുന്ന ഒരു കാലത്താണല്ലോ, അങ്ങനെ ഒരു കാലത്തുകൂടെയാണല്ലോ നമ്മളൊക്കെ കടന്നു പോകുന്നത് എന്ന്. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന്, ഈ ഫോട്ടോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിനെ പോസിറ്റീവായി ചർച്ച ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് അതിന്റെ പോസിറ്റീവായ അനുരണനങ്ങൾ നമ്മൾ കാണുന്നു. ഈ ചിത്രത്തിന്റെ അതിന്റെ സൂചനകൾ കാണുന്നു. നമുക്കറിയാവുന്ന പോലെയാണ്. ഇപ്പൊ നമ്മുടെ തലമുറയിലൊന്നും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും നമ്മുടെ തലമുറ കഴിഞ്ഞ് നമ്മൾ ഈ പുതുതലമുറ എന്നൊക്കെ പറയുന്ന തലമുറയ്ക്ക് ഇതൊന്നും ഒരു വിഷയമേ ആയിരിക്കില്ല. അവരിത്തരത്തിലുള്ള ഈ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ ഈ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറയുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യം, നമ്മൾ എപ്പോഴും ഈ മത തീവ്രവാദത്തെ കുറിച്ചാണ് വല്ലാതെ അങ്ങ് ആകുലപ്പെടുക. ഈ മത തീവ്രവാദം പോലെ തന്നെ ജാതി തീവ്രവാദം വല്ലാതെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അതങ്ങ് പരസ്യമായി എല്ലാവരും പ്രകടിപ്പിക്കുന്നു എന്നല്ല, മറിച്ച് അത് ഒരു വിഭാഗം മനുഷ്യരുടെ ഇടയിലെങ്കിലും ഈ ജാതി തീവ്രവാദവും ഉണ്ട്. അതുപോലെ രാഷ്ട്രീയ തീവ്രവാദം, എതിർ രാഷ്ട്രീയ ധാരയിൽപ്പെട്ടവരെ ഏത് നിലയ്ക്കും ആക്രമിക്കുക, അവരുടെ കൈയും കാലും തല്ലിയൊടുക്കുക, അവരുടെ വീട് കയറി ബോംബ് എറിഞ്ഞു പൊട്ടിക്കുക, എന്തിന് മനുഷ്യനെ കൊല്ലുക രാഷ്ട്രീയത്തിന്റെ പേരിൽ, രാഷ്ട്രീയ ഈ ധാരകളുടെ വ്യത്യാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ താൻ പിന്തുടരുന്ന രാഷ്ട്രീയമല്ല മറ്റൊരാൾ പിന്തുടരുന്നത് എന്നതുകൊണ്ട് അയാളുടെ ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാതാക്കി കളയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ, എത്രയോ അമ്മമാരുടെ കണ്ണുനീര്, ഇതൊക്കെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്കറിയാമല്ലോ ഏത് നിലയ്ക്കൊക്കെയാണ്. ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ടൊരു പോസ്റ്റോ അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് ഒന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചാൽ, നമ്മൾ ഈ കടന്നലുകൾ എന്നൊക്കെ പറയുന്നത് പോലെ എതിർ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഉള്ളവർ വന്ന് കേട്ടാലറയ്ക്കുന്ന ഭാഷയിലാണല്ലോ
അങ്ങനെ സംസാരിക്കുന്നവരോടൊക്കെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ കമന്റുകൾ ഇടുന്നത്. അപ്പൊ അത്തരക്കാരൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മൾ ഈ വെള്ളം എന്ന് പറയുന്നത് ഒഴുകാനുള്ള സാധനമാണെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ ഇപ്പോഴും കുറേ മനുഷ്യർ, ഒരു ബഹുഭൂരിപക്ഷം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും നല്ലൊരു ശതമാനം മനുഷ്യർ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ഈ വെള്ളമാണവർ, പക്ഷെ അവർ കെട്ടിക്കിടക്കുകയാണ്. അവരെങ്ങോട്ടും അവരെ ഒഴുകാൻ സമ്മതിക്കില്ല. അതുപോലെ അവർ മറ്റുള്ളവരെയും എങ്ങോട്ടും ഒഴുകാൻ സമ്മതിക്കില്ല. അവർക്ക് ചില ധാരണകളുണ്ട്. ആ ധാരണകൾക്കുള്ളിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് വേറൊരു ലോകമില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മതമാണെങ്കിൽ ആ മതത്തിന്റെ വേദഗ്രന്ഥങ്ങൾ മാത്രം വായിക്കും, അത് പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ എന്താണോ ആ മതം ആത്യന്തികമായി പറയുന്നത് അതാണ് ജീവിതം എന്ന് പറഞ്ഞൊരു ജീവിതകാലം മുഴുവൻ ജീവിച്ചു തീർക്കും. മറ്റൊരു മതഗ്രന്ഥങ്ങളിൽ എന്ത് പറയുന്നു, അല്ലെങ്കിൽ ബുദ്ധിസത്തിൽ എന്ത് പറയുന്നു എന്നോ, അല്ലെങ്കിൽ ജൈനന്മാരെന്ത് പറഞ്ഞു എന്നോ, അല്ലെങ്കിൽ എത്രയോ വർഷം പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും പഴക്കമുള്ള ഈ ഗ്രീസിലും റോമിലുമൊക്കെ മതങ്ങൾ ഉണ്ടായിരുന്നു. ആ മതങ്ങൾക്കും അവരുടെ ദൈവങ്ങൾക്കുമൊക്കെ എന്ത് സംഭവിച്ചു എന്നൊന്നും ഇവരൊന്നും ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിക്കാറില്ല, വായിക്കാൻ ശ്രമിക്കാറില്ല. അവരങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അതെല്ലാം പ്രാബല്യത്തിൽ വരുത്തുന്ന, അതെല്ലാം അപ്പാടെ എന്തൊക്കെയാണോ ഞങ്ങൾ പറയുന്നത് അതൊക്കെ അപ്പാടെ നടപ്പാക്കുന്ന ഭരണാധികാരികളാണ് അല്ലെങ്കിൽ നേതാക്കളാണ് ഞങ്ങൾക്ക് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. ഇപ്പോൾ അന്യന്റെ ശബ്ദം സംഗീതം പോലെ കാതിൽ പൊഴിയുന്ന കാലം വരും എന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും പേർത്തും പറയുന്നവർ തന്നെയാണ് അന്യന്റെ ശബ്ദം സംഗീതം പോലെ കാതിൽ പൊഴിഞ്ഞില്ലെങ്കിലും അവന്റെ തലവെട്ടാതിരിക്കാനുള്ള മര്യാദ കാണിക്കാമല്ലോ, അല്ലെങ്കിൽ അവന്റെ വീട്ടിലേക്ക് അവന്റെ പ്രിയപ്പെട്ടവർക്കൊപ്പം അവൻ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് ബോംബെറിയാതിരിക്കാനുള്ള ഒരു മര്യാദ കാണിക്കാമല്ലോ. അപ്പോൾ അതിനൊക്കെ അപ്പുറത്താണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും സുന്ദരമായ ഒരു ചിത്രം, രണ്ട് മനുഷ്യർക്കിടയിലുള്ള ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമായി നമ്മുടെയൊക്കെ തലമുറ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ചിത്രമായി ഈ ചിത്രത്തെ വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. അവിടെ തന്നെ ചിലരുണ്ട് ഇതിനകത്ത് വല്ലാത്ത ഈ മതവും ജാതിയും ഒക്കെ വല്ലാതെ കാണുന്ന ചിലർ. ഞാനൊരു കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അതിലൊരു വക്കീൽ എഴുതിയിരിക്കുകയാണ്, ഇതാണ് ഇന്നത്തെ ഹിന്ദു. രാധാകൃഷ്ണൻ, ദിവ്യ അയ്യരും രണ്ട് ഹിന്ദുക്കൾ, ജാതി ചിന്തിക്കാത്ത ഹിന്ദുക്കൾ അത്ര. അവർ രണ്ടുപേരെയും ഹിന്ദുക്കളായി മാത്രം കാണാനേ ഈ ഇദ്ദേഹത്തിന് കഴിയുന്നുള്ളൂ. അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി ഇങ്ങനെ ഈ വർഗീയ വിഷം പമ്പ് ചെയ്യുന്നൊരു ഫാക്ടറിയാണ്, ഒരു വിഷ ഫാക്ടറിയാണത്. അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് മനുഷ്യരുടെ മനോഭാവമാണ്. അവിടെ പോലും അത് രണ്ട് മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനപ്പുറത്താണ്, അവിടെ ഒരു ലിംഗവ്യത്യാസം പോലും ആ രണ്ടുപേർക്കിടയിലില്ല. അതിനപ്പുറത്ത് അവിടെ വല്ലാത്തൊരു ആദരവും സ്നേഹവും ബഹുമാനവും വാത്സല്യവും ഒക്കെ, അതിനപ്പുറത്തൊരു ആതിഥ്യ മര്യാദ, സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരാളിനോട് തോന്നുന്ന ഒരു ആതിഥ്യ മര്യാദ, താൻ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളിനോട് തോന്നുന്നൊരു ഇഷ്ടം, അത് ഏറ്റവും ജനുവിനായി ഏറ്റവും സത്യസന്ധമായി ദിവ്യ എസ് അയ്യർ പ്രകടിപ്പിക്കുന്നു എന്നുള്ളിടത്ത് ദിവ്യ എസ് അയ്യറിന് സോഷ്യൽ മീഡിയ കൈയടിച്ചു പോകും, യാതൊരു സംശയവുമില്ല. അതിനെക്കുറിച്ച് പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ വളരെ ഒരു പിതൃതുല്യമായ വാത്സല്യം പോലെയുള്ള ഒരു സന്ദർഭമായി അതിനെ ഓർത്തെടുക്കുന്ന കെ രാധാകൃഷ്ണനും സോഷ്യൽ മീഡിയ കൈയടിച്ചു പോകും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ആയിരുന്നു. നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വല്ലാത്ത വിഭാഗീയതയും ചിന്താഗതികളും ഒക്കെ ഉണ്ടായതെന്ന് നമുക്ക് തന്നെ അറിയില്ല. നമ്മളിപ്പോൾ ന്യൂജൻ എന്ന് പറയുമല്ലോ, പുതുതലമുറ, ഇവർ ഇതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല. അവരെത്രയോ മനോഹരമായ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാകുന്ന എത്രയോ ഡാൻസുകളും പാട്ടുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നവരൊക്കെ എല്ലാവരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അതിർവരമ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ? അപ്പോൾ അതിനപ്പുറത്താണ് മനുഷ്യത്വമെന്നും മാനവികതയെന്നും മനുഷ്യ സ്നേഹമെന്നും ഒക്കെ തിരിച്ചറിയാൻ നമ്മളെ വീണ്ടും നമ്മളിൽ തന്നെ ഉള്ള മനുഷ്യത്വത്തെ കൂടുതൽ ഊതിക്കാച്ചാൻ പ്രചോദകമാകുന്ന ഒരു ചിത്രം എന്ന നിലയിൽ തന്നെ ഈ ചിത്രത്തെ നമുക്ക് കാണേണ്ടി വരുന്നു. അതിനെ ഏറ്റവും മഹത്തരമായ ഒരു രാഷ്ട്രീയ പ്രഭാവം, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന നിലയിൽ കൂടി നമുക്ക് കാണണം. കാരണം ആ ചിത്രത്തിന് പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്. ഒരു വല്ലാത്തൊരു ജനപക്ഷ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റിയുടെ ഒരു ഹ്യൂമെയിൻ പൊളിറ്റിക്സ് ഉണ്ട് അതിന്റെ പിന്നിൽ. ഒരു മാനവികമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ആ ചിത്രം പറയുന്നതോടൊപ്പം ആ രാഷ്ട്രീയം നമ്മളെ ആ ചിത്രം പഠിപ്പിക്കുക കൂടി ചെയ്യുന്നു. അത് മാനവികതയുടെ രാഷ്ട്രീയമാണ്, സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ്, മനുഷ്യർ തമ്മിലുള്ള സംവാദങ്ങളുടെ രാഷ്ട്രീയമാണ്. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ കേരളീയർ പ്രത്യേകിച്ച്, നമ്മൾ ഈ മതിലുകളെല്ലാം മതിലുകളെല്ലാം ഒഴുകിപ്പോയ കാലഘട്ടങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു വന്നത്. ഒരു പ്രളയസമാനമായ മറ്റൊരു വർഷകാലം, കോവിഡ്, ഈ സമയങ്ങളിലൊക്കെ നമുക്ക് അറിയാവുന്ന പോലെ അവിടെ ഒന്നും മതിലുകളെല്ലാം വെള്ളത്താൽ മൂടപ്പെട്ട് മതിലുകളെല്ലാം ഒലിച്ചുപോയൊരു കാലമുണ്ട്.
ആ കാലത്ത് നിന്നൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇതിന്റെ ആത്യന്തികമായി നമ്മളെല്ലാം വെറും മനുഷ്യർ മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ ഹിന്ദു ആയാലും മുസൽമാൻ ആയാലും ജാതിയിൽ ഇപ്പോൾ ഏതെങ്കിലും നായരോ ഈഴവനോ അല്ലെങ്കിൽ പട്ടാണിയോ ഷാഫിയോ ഹനഫിയോ എന്തായാൽ തന്നെയും ആത്യന്തികമായി നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച, പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിച്ച നിരവധി മുഹൂർത്തങ്ങളുണ്ട്. ആ മുഹൂർത്തങ്ങളൊക്കെ കടന്നു വന്ന നമ്മളെ സംബന്ധിച്ച് പക്ഷേ നമ്മളത് പലപ്പോഴും മറന്നുപോയി. പിന്നെയും നമ്മൾ ഈ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും ഒക്കെ ചതുരങ്ങളിൽ ഇങ്ങനെ വീണ്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെയാണ് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലായി ആത്യന്തികമായി നമ്മളൊക്കെ മനുഷ്യരാണെന്നും നമ്മളിലൊക്കെ നന്മയാണ് ആത്യന്തികമായി കുടികൊള്ളുന്നതെന്നും നമുക്കൊക്കെ സ്നേഹിക്കാനാണ് ഏറ്റവും നന്നായി അറിയുക എന്നുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ, മനുഷ്യർ തമ്മിലുള്ള ബഹുമാനത്തിന്റെ ഒക്കെ ആഴം എത്രയാണെന്ന് വിളംബരം ചെയ്യുന്ന ഒരു ചിത്രം എന്ന നിലയിൽ നമുക്ക് കൈയടിക്കാം. ദിവ്യ എസ് അയ്യർക്കും കെ രാധാകൃഷ്ണൻ മുൻമന്ത്രി ഇപ്പോഴത്തെ MP ക്കും.